ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. മക്കളുടെ പരീക്ഷാഫലം കാത്തിരിക്കുന്നതോടൊപ്പം അവരുടെ അടുത്ത പഠനത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും അവരുടെ ഭാവിയെക്കുറിച്ചും ആലോചിച്ച് വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ തീരുമാനങ്ങളിൽ ശക്തി പകരുന്ന ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ നമുക്കേവർക്കും പ്രാർത്ഥിക്കാം. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായവും മറ്റ് തീരുമാനങ്ങൾക്കും വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ, ഹൃദയവിശുദ്ധിയോടും എളിമയോടും അനുതാപത്തോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള വലിയ ദൈവിക പദ്ധതി അവരിൽ നടപ്പാക്കാൻ ആവശ്യമായ കൃപാവരങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അവരെക്കുറിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതം എന്തു തന്നെയാണേലും നാം ഓരോരുത്തരും, നമ്മുടെ മക്കളും അത് സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മകനെ, എൻ്റെ ഉപദേശം വിസ്മരിക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും. കർത്താവിനെ നിന്റെ സമ്പത്തുകൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് കവിയുകയും ചെയ്യും. കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്. അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയുമരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നതിനും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആവശ്യമായ അങ്ങയുടെ മാർഗനിർദ്ദേശവും ശക്തിയും തേടി വിനീത ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ വരുന്നു. കർത്താവായ ദൈവമേ, ജ്ഞാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഉറവിടം അങ്ങ് തന്നെയാണല്ലോ. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ആശങ്കകളും ഭയങ്ങളും ഞങ്ങൾ അങ്ങയിലേക്ക് ഈ സമയം ഉയർത്തുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവമേ, ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടിയുള്ള അങ്ങയുടെ ദൈവിക പദ്ധതിയിൽ
ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മക്കളെക്കുറിച്ച് വലിയൊരു പദ്ധതി അനാദി മുതലേ മനസ്സിൽ കണ്ടിരിക്കുന്ന പിതാവായ ദൈവമേ, ഇതിനകം തന്നെ ഞങ്ങളുടെ മക്കൾ പോകേണ്ട ശരിയായ പാത അവിടുന്ന് നിശ്ചയിച്ചിട്ടുണ്ടെന്നും ശരിയായ തീരുമാനങ്ങളിലേക്ക് അവരെ നയിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്കും മറ്റ് എല്ലാ വിദ്യാർത്ഥിനികൾക്കും അങ്ങയുടെ പദ്ധതികളിൽ, അങ്ങയുടെ തീരുമാനങ്ങളിൽ, അങ്ങയുടെ സമയക്രമത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കാനും അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുമുള്ള ആത്മവിശ്വാസം നൽകണമേ. കർത്താവെ, അവരുടെ ഭാവി നിയന്ത്രിക്കുന്നത് അവിടുന്നാണ് എന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മനസ്സിലാക്കി തരണമേ. കർത്താവെ, സദൃശ്യവാക്യത്തിൽ കൂടി അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ എല്ലാ വഴികളിലും ദൈവത്തിന് കീഴടങ്ങുക. അവൻ നിങ്ങളുടെ പാതകളെ നേരെയാക്കും എന്നരുളി ചെയ്ത ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, ഭാവി കാര്യങ്ങൾ, അടുത്ത ഘട്ടങ്ങൾ വിവേചിച്ചറിയുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ ധൈര്യവും വ്യക്തതയും ആത്മവിശ്വാസവും കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ കഴിവുകൾ, അഭിനിവേശങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ എല്ലാം കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കാൻ, ദൈവഹിതത്തിന് പൊരുത്തപ്പെടുന്ന വഴികൾ തിരഞ്ഞെടുക്കാനുള്ള ജ്ഞാനം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈ മക്കളുടെ മാതാപിതാക്കളുടെയും ഉപദേഷ്ടാക്കളുടെയും മറ്റു പ്രിയപ്പെട്ടവരുടെയും ഉപദേശത്തിലൂടെ അവർ അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിയാനുള്ള മാർഗനിർദ്ദേശം തേടാൻ ഈ മക്കൾക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അതോടൊപ്പം മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക ഞെരുക്കത്താൽ വലയുന്ന രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും അവരുടെ ഹൃദയത്തിൽ സമാധാനവും ആശ്വാസവും നൽകി മക്കളുടെ ഭാവിയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുമുള്ള ദൈവഹിതം അന്വേഷിക്കാൻ എല്ലാ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും ഈ സമയം അനുഗ്രഹിക്കണമേ. ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാം അധ്യായം 19-ാം വാക്യത്തിലെ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. എൻ്റെ ദൈവം ക്രിസ്തു യേശുവിൽ തൻ്റെ മഹത്വത്തിൻ്റെ ഐശ്വര്യത്തിനൊത്തവണ്ണം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും എന്ന ഈ വചനം കർത്താവേ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. മഹോന്നതനായ ദൈവമേ, അങ്ങയുടെ കരുതലിൽ വിശ്വസിക്കാനും അവരുടെ ആശങ്കകൾ അങ്ങയിൽ സമർപ്പിക്കാനും എല്ലാ മാതാപിതാക്കളുടെയും വിശ്വാസത്തെ ഈ സമയം ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആഴത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ അവർക്ക് കൃപ കൊടുക്കണമേ. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിലും ത്യാഗങ്ങൾ ചെയ്യുന്നതിലും ആവശ്യമായ ജ്ഞാനം ഈ മാതാപിതാക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളുടെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ക്രിയാത്മകമായ പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും അങ്ങയിൽ നിന്നും കണ്ടെത്താൻ അവരെ സഹായിക്കണമേ. കർത്താവേ, അങ്ങാണ് അവരുടെ ആത്യന്തിക ദാതാവും പരിപാലകനും എന്ന് തിരിച്ചറിയുന്നതിൽ അവർ ആശ്വാസം കണ്ടെത്തട്ടെ. ദൈവമേ, മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും ഭാവി കാര്യങ്ങൾക്കുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഈ സമയത്ത് കുടുംബങ്ങൾക്കുള്ളിൽ എല്ലാവരും തമ്മിൽ ഐക്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ പരസ്പര വിദ്വേഷം മറന്ന് ഒരു തുറന്ന ആശയവിനിമയം നടത്താനും സ്നേഹത്തോടും വിവേകത്തോടും കൂടി പരസ്പരം പിന്തുണയ്ക്കുവാനും സഹായിക്കുന്നതിനും അവരെ സഹായിക്കണമേ. ഈ പ്രക്രിയയിലൂടെ അവരുടെ ബന്ധങ്ങൾ ദൃഢമാക്കണമേ. മക്കളുടെ പ്രോത്സാഹനത്തിനും മാർഗനിർദ്ദേശത്തിനുമായി അവർ മാതാപിതാക്കളെയും ദൈവത്തെയും ആശ്രയിക്കുന്നതിനും അവിടുന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഇടയാക്കണമേ. ഈ വിദ്യാർത്ഥിനികളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്ന അധ്യാപകർക്കും കൗൺസിലർമാർക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
എല്ലാ വിദ്യാർത്ഥിനികൾക്കും കുടുംബങ്ങൾക്കും ഉപദേശവും പിന്തുണയും നൽകുവാൻ അവർക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. കർത്താവെ, ഞങ്ങൾ സേവിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങയുടെ സമാധാനത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉപകരണങ്ങളായിരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിൽ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ ജീവിതത്തിനായുള്ള അങ്ങയുടെ സമ്പൂർണ്ണ പദ്ധതിയിൽ വിശ്വസിക്കാനുള്ള ആത്മവിശ്വാസം നൽകുകയും ചെയ്യണമേ. ഈശോയെ, ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും ഞങ്ങളെ നയിക്കുന്ന അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും നടക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. ദൈവമേ, ഈ സമയം എല്ലാ മാതാപിതാക്കളെയും മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തു വിഷമിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഇപ്പോൾ തന്നെ ദൈവകൃപകൾ നൽകി, അനുഗ്രഹങ്ങൾ നൽകി, അവരുടെ ഉത്കണ്ഠകളും ആകുലതകളും കർത്താവെ അവിടുന്ന് എടുത്തു മാറ്റി അവർക്ക് ദൈവത്തിൽ ആനന്ദിക്കുവാനുള്ള, മക്കളെ പ്രതി ദൈവത്തെ നന്ദി പറയുവാനുള്ള, ദൈവത്തിൽ സന്തോഷിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഒരുക്കണമേ. മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ദുഃഖിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയം വിവാഹങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാതെ വർഷങ്ങളായി ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഹൃദയങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, വിവാഹത്തോട് താല്പര്യമില്ലാതെ വിവാഹത്തോട് മറുതലിച്ച് നിൽക്കുന്ന എല്ലാ യുവതിയുവാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഇവരുടെ ഹൃദയത്തിൽ നിന്നും മാറ്റി വിവാഹത്തിലൂടെ ദൈവത്തിൻ്റെ രക്ഷയാണ് നാം അനുഭവിക്കാൻ പോകുന്നത്. നാം ഓരോരുത്തരും, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, മക്കൾ, ജീവിത പങ്കാളികൾ എല്ലാം വിവാഹമെന്ന നമ്മുടെ കൂദാശ സ്വീകരിക്കുന്നതിൽ കൂടി, ആ സഹനങ്ങൾ അനുഭവിക്കുന്നതിൽ കൂടി ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് നാം ഓരോരുത്തരും പാത്രരാകുകയാണ് എന്ന വിശ്വാസത്തോടെ വിവാഹത്തിന് തയ്യാറാകുന്നതിന് എല്ലാ മക്കൾക്കും കൃപ കൊടുക്കണമേ. ദൈവം അനാദി മുതലേ വെച്ചിരിക്കുന്ന ജീവിത പങ്കാളി അവരവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള കൃപയും നൽകണമേ. കർത്താവെ, ഈ സമയം എല്ലാ മാതാപിതാക്കളെയും മക്കളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിച്ച് ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മക്കൾ ഇനി പഠിക്കേണ്ട കോഴ്സുകൾ എന്തൊക്കെ, ഏത് കോളേജിൽ പഠിക്കണം, ഏത് സ്ഥലത്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇതെല്ലാം ദൈവമേ അവിടുന്ന് അനാദി മുതലേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങയുടെ ഓരോ തീരുമാനങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഞങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും അവിടുന്ന് നടത്തണമേ, ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യവും ക്ഷമയും ഈ സമയം ഈ പ്രാർത്ഥന കേൾക്കുകയും ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ഭവനത്തെ ഇപ്പോൾ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കാരുണ്യവും ക്ഷമയും കൃപയും ഈ സമയം നിങ്ങളെല്ലാവരും സ്വീകരിക്കുക. ദൈവം ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഇപ്പോൾ സമർത്ഥമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ സൗഖ്യം ഉറപ്പാക്കുന്നു, നിങ്ങളുടെ രോഗങ്ങൾ എടുത്തു മാറ്റുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ തിരികെ തരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ അവിടുന്ന് വീണ്ടെടുക്കുന്ന സമയമാണ്. ഈ സമയം നമ്മുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം, മക്കളുടെ വിവാഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, മക്കളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മക്കളുടെ ഉപരിപഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബത്തിലുള്ള എല്ലാ സമാധാനത്വവും വിട്ടുമാറാൻ പ്രാർത്ഥിക്കാം, കുടുംബത്തിലുള്ള എല്ലാ പൈശാചിക തകർച്ചകളെയും ബന്ധനങ്ങളെയും വിട്ടുപോകുവാൻ പ്രാർത്ഥിക്കാം, കുടുംബത്തിലുള്ള എല്ലാ സാമ്പത്തിക തകർച്ചകളെയും വരുമാന തടസ്സങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഈ സമയം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന സമയമാണ്. കുടുംബത്തിൽ രോഗികളായുള്ളവർക്ക് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം.
എല്ലാ മേഖലകളിലും നാം ഓരോരുത്തരും സംരക്ഷിതരാകാൻ പ്രാർത്ഥിക്കാം. വലിയ അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ കർത്താവ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. ദൈവം നമ്മളെയും നമ്മുടെ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിത്. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങ് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെയും പ്രതി ഈ സമയം ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നീ ഇപ്പോൾ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല വിപത്തുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഞങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളെയും നീ വിശുദ്ധീകരിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ദൈവഹിതത്തോട് ചേർന്ന് ഞങ്ങൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള കൃപ മാതാപിതാക്കളായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മക്കൾക്കുണ്ടാകുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ നല്ല റിസൾട്ട് കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന്, അവരുടെ ജീവിതം ഉറപ്പുവരുത്തുന്നതിന്, അവരുടെ ഭാവി സംരക്ഷിതരാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ പ്രാർത്ഥനയിലൂടെ വലിയ ദൈവിക അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിനും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ നിങ്ങളെ സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളുടെ മക്കളുടെ ഭാവി ഉറപ്പുവരുത്തി സുരക്ഷിതത്വം നൽകി അഭിവൃദ്ധി നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.